ഞാൻ മലയാളത്തിൽ തന്നെ പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജീവരക്ഷകന ഈശോ തിരുവിലാവിൽ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ പാപങ്ങൾക്കും പരിഹാരമായും രോഗങ്ങളുടെ ശാന്തിക്ക് വേണ്ടി ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോ തിരുവിലാവിൽ നിന്ന് ഞങ്ങളുടെ മരിച്ചുപോയി ഞങ്ങളുടെ മാതാക്കന്മാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഉപകാരികൾ, അയൽവാസികൾ, ഗുരുഭൂതന്മാർ, ഞങ്ങളുടെ വൈദികർ, ഞങ്ങളുടെ മെത്രാന്മാർ, അനാഥ ആത്മാക്കൾ എല്ലാവരുടെയും പാപമോചനത്തിനും നിത്യജീവന് വേണ്ടി ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോ തിരുവിലാവിൽ നിന്ന് ഞങ്ങളുടെ ഇടയിലും കുടുംബത്തിലും പ്രാർത്ഥനയിലും എല്ലാ രോഗികൾക്കും പ്രത്യാശയും പാപമോചനവും രോഗശാന്തിയും നൽകുന്നതിന് വേണ്ടി ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോ തിരുവിലാവിൽ നിന്ന് ഞങ്ങളുടെ ഇന്നും ലോകത്തെമ്പാടും കൊറോണ മൂലം മരിക്കുന്നവർ, മറ്റ് വാർദ്ധക്യം കൊണ്ട് രോഗം കൊണ്ട് മരിക്കുന്നവർ, അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവർ, എല്ലാ മരണാസന്നർക്കും മരിക്കുന്നവർക്കും പാപമോചനവും സമാധാന മരണത്തിനു വേണ്ടി ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. എല്ലാവരും കൂടെ പറയാ, ഈശോയെ അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, ഞാൻ ഈ വീട്ടിലാണ് ഞായറാഴ്ച കുർബാന ചെല്ലുക. എൻ്റെ വീട്ടിൽ, നാട്ടിൽ പള്ളികളിൽ എല്ലാ ദിവസവും ചെല്ലും. 9:30 ഞങ്ങൾ 4 പേരുണ്ടാവുള്ളൂ. ഇന്ന് ഇവിടെ 4-5 പേരുണ്ട്. ഇന്ന് കരഞ്ഞെടുത്ത് തിരുനാളാണ്. അതിനെക്കുറിച്ചിട്ട് ഒരു 2-3 കാര്യം. ഇന്ന് വളരെ സന്തോഷ വാർത്തയാണ് ഞാൻ കേട്ടത്. ഞങ്ങളുടെ അഭിനന്ദ മെത്രാപ്പോലിത്ത, ആംഗ്ലൂസ് മെത്രാപ്പോലിത്ത ആ കരഞ്ഞെടുത്ത് തിരുനാളിന് ആഘോഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഞാനത് ഈ അവസാനമായിട്ട് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്, ഇമെയിലും വാട്സപ്പിലൊക്കെ നിർദ്ദേശിച്ചത് മാർച്ച് 14-നും 15-നായിരുന്നു. കാരണം നൊവേന ചെല്ലാൻ പ്രാർത്ഥിക്കാൻ. എന്തായാലും വേണ്ടില്ല, ഭക്തിയുള്ളവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭക്തിയുള്ള ഒരുപാട് അച്ഛന്മാർ ഞങ്ങളുടെ രൂപതയിൽ, തൃശ്ശൂർ രൂപതയിൽ തന്നെ ഉണ്ട്. ഞങ്ങളുടെ സിറുമലബാർ സഭയിൽ മൊത്തത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അത് തന്നെയാണ് എൻ്റെ വികാരിച്ചനും പറഞ്ഞത്. അവർ മറ്റുള്ള കാര്യങ്ങൾ ധൃതി, അതിനൊക്കെ ഒരു വലിയൊരു പെട കൊടുത്തുകൊണ്ടാണ് എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് നടക്കേണ്ട മലയാറ്റൂർ പെരുന്നാൾ, മുക്കാട്ടൂർ തുടങ്ങിയുള്ള ഞങ്ങളുടെ തൃശ്ശൂരത്തെ പല പെരുന്നാളൊക്കെ തവിട് പൊടിയായി. പള്ളികളിൽ അതുപോലെ തന്നെയായിരുന്നു. ആ ഫുഡ് കൊടുക്കലാണ് ഏറ്റവും പ്രധാനം. അത് നല്ല കാര്യമാണ്, ഭക്ഷണദാനം കൊടുക്കുന്നത് നല്ലതൊക്കെ. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പിള്ളേരൊന്നും കുർബാനയ്ക്ക് വരാറില്ല. അപ്പോൾ അങ്ങനെ ഈ കരുണയുടെ തിരുനാളിൽ ഈ വക പോരായ്മകളൊക്കെ നിർത്താൻ ഒരു അവസരമായി മാറി ഈ ലോക്ക്ഡൗൺ കാലം. ഇത് നമ്മളെ മാത്രമല്ല, ലോകമാസകലമുണ്ട്. ഞാൻ 1-2 കാര്യം പറയാം. ഇന്ന് നമ്മുടെ വായന ഞങ്ങൾ വായിച്ചത് 1 കൊരിന്ത്യക്കാരുടെ ലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതൽ 22 വരെ വചനങ്ങൾ. ലോകത്തെ ശിക്ഷിക്കാൻ ദൈവം ചെയ്തത് അവിടെ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ പല സാമ്യങ്ങളുണ്ട്. ഈ പഴയ നിയമവും പുതിയ നിയമം കൂട്ടി ബന്ധിപ്പിച്ച് പ്രസംഗിക്കണം അച്ഛന്മാർ. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അവിടെ 23,000 പേരാണ് വിഗ്രഹാരാധന വ്യഭിചാരം കൊണ്ട് കൊല്ലപ്പെട്ടത് എന്നൊരു സംഭവം ആ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അത് രാജാക്കന്മാരുടെ പുസ്തകത്തിലോ പല പുസ്തകങ്ങളായിട്ട് അങ്ങനത്തെ കഥകൾ കാണും. ഒരെണ്ണം മാത്രമൊന്നല്ല, പലയിടത്തും അങ്ങനത്തെ വചനം കേൾക്കാം. പാമ്പ് കടിയേറ്റ് മരിക്കും. ഇന്ന് പാമ്പ് എങ്ങനെ വരുന്നത്? കൊറോണ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ മരിക്കുകയാണ്. എല്ലാ നാടുകളിലും ഉണ്ട്. അതൊക്കെ ഞങ്ങളുടെ നാട് സുരക്ഷ ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുത്തതിൻ്റെ കാരണം, ഞാൻ അല്ലെങ്കിൽ ഒരു വൈദികൻ നിലയിൽ എൻ്റെ വികാരത്തിന് ചെയ്യാൻ മടി കാണിക്കാൻ എനിക്കറിയാം, പാവം പേടിച്ചിട്ടാണ്. എങ്കിലും ഞാൻ ആ കുർബാന വെച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന മഹാന്മാരുടെ കൂടെ ഞങ്ങളുടെ നാടിനെ കുർബാന കൊണ്ട് വിശുദ്ധീകരിക്കുക. ആൾക്കാരും വിശദീകരിച്ചില്ല, നാടിനെ വിശദീകരിച്ചു. ആ രക്തം അവിടെ ഉണ്ട്, ശരീരം അവിടെ ഉണ്ട്. അതാണ് എനിക്ക് നമുക്കൊക്കെ ഉള്ള ധൈര്യം. പക്ഷേ ഈ കുർബാന തന്നെ അവഗണിക്കുന്ന നാടുകൾ വിഗ്രഹാരാധന, വ്യഭിചാരം, ഇതൊക്കെയാണ് മുഖ്യമായ കാര്യം. അതുപോലെ തന്നെ ശിശുവധം അല്ലെങ്കിൽ അബോർഷൻ, ഇതാണ് ഓരോ രാജ്യങ്ങളെടുത്ത് ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്നുകൊണ്ട് പറയാം. വിഗ്രഹാരാധന ആ വായിക്കും നമ്മൾ അറിയാം. ഇന്ന് എൻ്റെ നാട്ടിലും മറ്റ് തൃശ്ശൂർ രൂപതയിൽ തന്നെ പലയിടത്തും പല നസാണികളുടെ വീടുകളിലും ഹൈന്ദവ വിഗ്രഹങ്ങളുണ്ട്. മന്ത്രവാദം കൂടത്തരം ചെയ്യുന്നുണ്ട്. അത് തീർച്ചയാണ്, എനിക്ക് ചിലരറിയാം. അപ്പോൾ
പിന്നെ ചിലരൊക്കെ ചില അച്ഛന്മാർ തന്നെ ഉത്സാഹിപ്പിച്ച് അമ്പലങ്ങളിൽ കാഴ്ച കൊടുക്കാൻ പോവാറുണ്ട്. പൂരങ്ങൾക്കൊക്കെ ആൾക്കാരും കേസും കൂടെ തീർക്കാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളിൽ കോഴിനെ കൊടുത്ത കേസ് കുന്നംകുളത്ത് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട്. ഇപ്പം എനിക്ക് അറിയില്ല, ഞാൻ അവിടെ അല്ലല്ലോ. ഏതായാലും വേണ്ടില്ല, ഇത് ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യം അംഗീകരിച്ചേ പറ്റൂ. അതിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ നാടെന്ന് പറയുന്ന ഈ നാട്ടിൽ പോലും കൊറോണ ഭീതിപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം ബാധിച്ചിട്ടില്ലെങ്കിലും ആ ഭീതി മൂലം ഒരുപാട് പേര് തൊഴിലില്ലാത്തവരായി, തൊഴിലാളികൾ, ചെറുകിട വ്യവസായികൾ ജോലിയില്ല. കേരള ഗവൺമെൻറ് നല്ല കാര്യം സജസ്റ്റ് ചെയ്തു, അതുപോലും കേന്ദ്ര ഗവൺമെൻറ് മുടക്കി. രണ്ട് ഗവൺമെൻറ് തട്ടിക്കളിക്കുക. ഓരോ നാടുകൾ അങ്ങനെയൊക്കെയാണ്. മറ്റു രാജ്യങ്ങൾ പൈസ വാരി കൊടുക്കുന്നുണ്ട്. ചൈന പോലും ഇന്നത്തെ ന്യൂസ് ഞാൻ കേട്ടു, ചൈനയിലും പൈസ കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. ഒരു ഗുണമുണ്ടായില്ല, മരിച്ചവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നു. എന്താവട്ടെ, മുഖ്യമായിട്ട് പറഞ്ഞാൽ ചൈനയിൽ ദൈവത്തെയും സഭയും തകർത്ത് കളഞ്ഞു. കത്തോലിക്ക സഭയെ അടച്ചുപൂട്ടിച്ചു. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അമേരിക്ക സുഹൃത്ബന്ധം സ്ഥാപിച്ചു. പക്ഷേ എന്നിട്ടും അയാൾക്ക് ആ കാര്യം വിട്ടുകളയില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന ആ ക്രൂരതയാണ് ആ വൈറസ് കണ്ടെത്തിയപ്പോൾ അത് പറയാതിരുന്നത്. ഏതൊരു മലയാളി സുഹൃത്ത് അമേരിക്ക കുറ്റം പറഞ്ഞുകൊണ്ട്, CIA കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം ഞാൻ വായിച്ചു. അത് അമേരിക്ക വിരോധപ്പെടുത്ത കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ ഉണ്ടാവാം, പക്ഷെ ചൈന വിരോധം അവർക്ക് ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ കാര്യം ചൈനയിൽ നിന്നാണെന്ന് വ്യക്തമായിട്ട് എല്ലാ നാടുകൾക്കും അറിയാം. അത് തുടങ്ങിയത് ഇനി അവർ മൂടി വെച്ചതിൻ്റെ പകർന്ന് പറയാം. ഇതൊരു വശമാണ്, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ആലോചിച്ചോട്ടെ. ഞാൻ പറയാൻ വരുന്നത് ദൈവനിഷേധം, വിഗ്രഹാരാധന നമ്പർ 1 കാര്യമാണ്. 2 വ്യഭിചാരം, ലൈംഗികമായ അരാജകത്വം. ഇപ്പം കല്യാണം കഴിക്കാൻ പിള്ളേർ പഠിക്കില്ല, കല്യാണം കഴിച്ച് പിരിച്ചു പോവുക. ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, വിദേശത്ത് നടന്ന അതേ സംസ്കാരം ഇവിടെ ആഞ്ഞടിച്ചു. അവിടെ അത് തന്നെയാണ്. ഒരെണ്ണത്തിനും വിവാഹമില്ല, കല്യാണവും ഇല്ല. ആരെ കൂടെ വേണമെങ്കിൽ എവരുടെ കൂടെ ജീവിക്കാം, ഒക്കെ ചെയ്യാം. അപ്പൊ വ്യഭിചാരം നടഞ്ഞു. 3ാമത്തേത് ഗർഭഛിദ്രം. ഞാൻ ഇംഗ്ലീഷ് 2 വാക്ക് പറയാം. There are 3 reasons for this corona virus pandemic. Pandemic, what do you mean by pandemic? Throughout the world. Epidemic restricted to one particular district. Now what happened to Italy, for example? Italy has shown a bad example by denying, bringing Hindu Muslim worship in Assisi and Vatican. It is truth. There is no excuse. Even some of my priests were scandalized when I told them. It is truth. What I mean, they have to repent on that one. Another thing I saw last in September in Spain. Now Spain is the second attacked country. There in Barcelona Cathedral, during the Hindu festival of Ganesh Puja, the worship of God Ganesh with that elephant-faced God is idol. It's a mere idol. But they venerate it and they celebrate it in Mumbai and other countries, North India. Not so much here. But that was allowed to get into the Cathedral of Barcelona, the city of football players. And in Spain, even now the Spanish people are not repenting. They were dancing and climbing on the balconies, I saw them. Still they are not converted, but their people are dying. Now, in United States, many good Catholics and Christians and Pentecostals are strong, faithful to Word of God. They don't want to mix with paganism. Is not that far, but there is paganism there also. And much more than that, millions of children under the association called Planned Parenthood are being killed in abortion clinics. And the Democratic Party and Liberal Party of America, they are fostering this one, and in which almost all the leaders are Catholics. It's a scandal. Hypocrites. While a Protestant man, Mr. Trump, does not agree with that one, he tries his best to stop it. But that's the second sin. So many children are being killed. And thirdly again, no marriage, any divorce, and without any marriage, people can live together, have sex together.
and the fostering. Even Disneyland with the cartoon and Hollywood with a good movie, they are always been against the faith of God. Now they are sponsored and helped by Bill Gates, George Soros, like billionaires are supporting to put sex explosion, anti-church movies and blasphemous movies against Christ, against His church, against the people. So that's another sin. Now where are they now? They cannot save. They cannot save America. They cannot save Canada. The same thing with our young Prime Minister and his party do the same thing like the Democrat Party in Canada. So millions of children are being killed and they encourage sex education, homosexuality for example, which condemned by God's apostle Paul in chapter 1 of letter to Romans, and it is repeated in several parts of Paul's letters. So neglecting the teaching of St. Paul, this is being conducted and continued in America and Canada and many other countries. And our Holy Father was not very clear about that one. It's partly true. It's a sin. He had to definitely say it is wrong. And of course he says, and condemn all the paganization in Vatican and in other countries. 3 things I told. Pagan worship or idol worship. Idol not because the stick picture of Jesus was made. That's not the idol which Bible said. Idols of pagan gods. And St. Paul tells in that letter, I don't mean that they are really true. But whatever. Then again he said, how can you receive the holy body and blood in the holy cup, by which you become one with Christ, the Holy Communion, and then receive the food offered the Hindu temples and goddesses? Let Mr. Mario Joseph and maybe Father Pamplani, Bishop Pamplani, all these people have to listen these kind of words and clearly teach them in our TV talk and including our own diocesan priests. And this is going on. And God is fed up with the world. ദൈവം ലോകത്തോട് ക്ഷമ കാണിച്ചിട്ട് മടുത്തുപോയി. ഇന്ന് ഈ കരുണയുടെ തിരുനാൾ വീണ്ടും പലരും കടത്ത് തിരിച്ചു വരുന്നുണ്ട്. വലിയ സന്തോഷ വാർത്തയാണ്, പ്രത്യാശയുടെ വാർത്തയാണ്. അപ്പം ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. ആ കരുണയുടെ ഇതിൽ തിരിഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും ഇടവകളിലും സഭ മുഴുവനിലും ലോകം ആശം ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് തിരിച്ചു വരുന്നുകൊണ്ട് അവർക്ക് ഉപേക്ഷിക്കാൻ നമ്മൾ കുമ്പസാരത്തിൽ പാപം ഏറ്റുപറഞ്ഞാൽ പോരാ, പാവസ്ഥാനം ഉപേക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് മനസ്താപ്രകടനത്തിൽ പറയാറുണ്ട്. We say that act of contrition, I detest all the occasions of sin and let it be done now. If I do something in my home, എൻ്റെ വീട്ടിൽ ഞാൻ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാറില്ല, അല്ലെങ്കിൽ യേശുവിനെയും സഭയെയും പുച്ഛിക്കാറുണ്ട്, ഞാൻ മാപ്പപേക്ഷിക്കുന്ന കർത്താവ് എന്ന് സഭയിലെ മേലധികാരികളും മെത്രാന്മാരും വൈദികരും ജനങ്ങളും മാറത്തടിച്ച് മാപ്പ് ചോദിക്കണം. അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലും വിവാഹം സംബന്ധിച്ച കാര്യങ്ങൾ, കൂതാശകൾ അനാവശ്യമായി കൈകാര്യം ചെയ്ത കാര്യങ്ങൾ, ഒരുക്കമില്ലാതെ കുർബാന സ്വീകരിക്കുക, അതുപോലെ നേർച്ചപ്പണങ്ങൾ മറ്റുമൊക്കെ ദുരുപയോഗം നടത്തുക, ഓരോ പള്ളികളിലും എടപ്പള്ളിയും തൃശ്ശൂരും ഒക്കെ ഉണ്ടതൊക്കെ, അതൊക്കെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ന്യായമായ വിധത്തിൽ ഉപയോഗിക്കാനും അന്യായമായ പണപ്പിരിവ് നടത്താതിരിക്കാനും സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. അതൊക്കെ ചെയ്യാനുള്ള നേതൃത്വം കൊടുക്കാൻ ഞങ്ങളുടെ മെത്രാന്മാർക്ക് കഴിവുണ്ടാവും, നട്ടെല്ലുണ്ടാവും, അത് നിർത്താനുള്ള ശക്തി ഉണ്ടാവണം. അപ്പോൾ സഭയിലൂടെ ലോകത്തെ ദൈവം സംരക്ഷിക്കും, വിമോചിപ്പിക്കും. കരുണയുള്ള കർത്താവ് മനസ്സർപ്പിക്കുന്ന പാപിയുടെ മേൽ കരുണ വർഷിക്കും. എല്ലാവർക്കും ഈ കരുണയുടെ തിരുനാളിൽ എല്ലാ ആശംസകളോടൊപ്പം അനുതാപമുള്ള ഹൃദയം, പ്രത്യാശയുള്ള ഹൃദയം നമുക്ക് നന്ദിക്കൊണ്ട് യേശുവിൻ്റെ കരുണയുടെ ഹൃദയത്തിലും വിശുദ്ധ കുർബാനയിലും സജീവമായി പങ്കെടുക്കുവാനും ഉൾക്കൊള്ളുവാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിക്കോളസ് അച്ഛൻ, നിക്കോളസ് പോർത്തൂരച്ഛൻ. പ്രൈസ് ദി ലോർഡ്.